നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാന് വിവരമില്ല എന്ന പ്രസ്താവന നടത്തിയിരിക്കുകയാണ് സംവിധായകൻ ആഷിഖ് കപൂർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ട് ഞെട്ടാത്ത ആളുകൾ ഒരുപക്ഷെ ഈ ഒരു പ്രസ്താവനയിൽ ഞെട്ടിക്കാണാൻ സാധ്യതയുണ്ട്. അത് സജി ചെറിയാന് വിവരമില്ല എന്ന പറച്ചിൽ കേട്ടിട്ടായിരിക്കുകയല്ല, ഇതറിയാൻ ആഷിഖ് കപൂർ ഇത്രയേറെ താമസിച്ചത് എന്നോർത്തായിരിക്കും ഒരുപക്ഷെ ഞെട്ടിയിരിക്കുക. അദ്ദേഹത്തിന് സാമാന്യ ബോധവും ബുദ്ധിയും ഇല്ലെന്നും അദ്ദേഹത്തിന് പാർട്ടി ക്ലാസ് കൊടുക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് ആഷിഖ് കപൂർ പറഞ്ഞിരിക്കുന്നത്. ഏത് സജി ചെറിയാൻ എന്ന സാംസ്കാരിക മന്ത്രിക്ക് CPM ഇനി പാർട്ടി ക്ലാസ് കൂടെ കൊടുക്കണമെന്ന്. പാർട്ടി ക്ലാസ്സിൽ സ്ഥിരമായി പോയതിൻ്റെ ഫലമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ എന്ന് ആഷിഖ് കപൂറിന് മനസ്സിലാവാഞ്ഞിട്ടോ ആണോ? അല്ലല്ലോ, അതൊന്നുമല്ല. ഇവർ ഈ റിപ്പോർട്ടിന്മേൽ 4-5 വർഷത്തോളം അടയിരുന്നു. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് മാത്രമാണ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളെങ്കിലും പുറത്തുവിട്ടത്. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളെ. ഇതൊന്നും അറിയാത്ത ആളായിരുന്നോ ആഷിഖ് കപൂർ? ആഷിഖ് കപൂറിൻ്റെ മറ്റ് വാക്കുകൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ബംഗാളി നടത്തിയിരിക്കുന്നത് ആരോപണമല്ല, വെളിപ്പെടുത്തലാണെന്നും അതിനെതിരെ നടപടിയെടുക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇതിനെ എങ്ങനെ സമീപിക്കണം എന്ന് ഇടതുപക്ഷത്തെ മന്ത്രിമാർക്ക് അറിയില്ല എന്നൊരു സത്യം അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഒരു കാര്യം മാത്രമാണ് ശരിക്കും അംഗീകരിക്കാൻ പറ്റുന്നത്. ഈ ഒരു റിപ്പോർട്ട് ഈ സർക്കാരിൻ്റെ കൈ കിട്ടിയിട്ട് പോലും വർഷങ്ങളോളം ഇതിൻ്റെ പുറത്തവർ അടയിരിക്കുകയായിരുന്നു. എന്ത് ചെയ്യണം എന്നവർക്കറിയില്ല. കാരണം മന്ത്രിസഭയിലുള്ള ആളുകൾ അടക്കമുള്ള അവരുടെ പേരുകൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. MLA ആയിരിക്കുന്നതും മന്ത്രിയുമായിരിക്കുന്നതൊക്കെ ആൾക്കാർ ഇതിലുണ്ടത്രേ. അപ്പോൾ എന്ത് ചെയ്യാനാണ്? മന്ത്രിയുടെ എണ്ണം കുറയും, അല്ലെങ്കിൽ മന്ത്രി രാജിവെക്കേണ്ടി വരും, MLA രാജിവെക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത ആശയക്കുഴപ്പത്തിലായിരുന്നിരിക്കാം അവർ. ഒടുവിൽ ഹൈക്കോടതി ഒരു ഇടപെടൽ നടത്തിയതുകൊണ്ട് മാത്രമാണ് പേരുകൾ പോലുമില്ലാത്ത ഒരു റിപ്പോർട്ട് പുറത്തു വിടേണ്ടി വന്നത്. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ പോലും സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിന് മുന്നിലുമൊക്കെ പ്രകടമായി തന്നെ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് നടിച്ചു നടക്കുന്ന ആഷിഖ് കപൂറിനെ പോലുള്ളവർ ഇതാ പരസ്യമായിട്ട് സാംസ്കാരിക മന്ത്രിക്ക് വിവരമില്ല, അദ്ദേഹത്തിന് പാർട്ടി ക്ലാസ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നോക്കിയും കണ്ടും കേട്ടിരിക്കുന്ന ജനങ്ങൾക്ക് തീരെ വിവരമില്ലെന്നും അവരെല്ലാം മണ്ടന്മാരാണ് എന്നാണോ ആഷിഖ് കപൂറും ഈ സജി ചെറിയാനുമൊക്കെ വിചാരിക്കുന്നത് എന്നേ ലളിതമായി ചോദിക്കാനുള്ളൂ. കാരണം ആഷിഖ് കപൂറിനും അറിയാം, സജി ചെറിയാനും അറിയാം, ഇനി പിണറായി വിജയനും അറിയാം ഈ റിപ്പോർട്ട് കൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്നും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നടപടി എടുക്കാനും പറ്റില്ല എന്നവർക്കൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം. ഇനി കൂടിപ്പോയാൽ ഏതാനും ദിവസത്തേക്കോ ആഴ്ചയിലേക്കോ അല്ലെങ്കിൽ മാസത്തേക്കോ രഞ്ജിത്ത് എന്ന സംവിധായകനെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തൽക്കാലത്തേക്കൊന്ന് മാറ്റി നിർത്തിയേക്കും. അതിനപ്പുറം അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ ഒന്നും പോണില്ല എന്ന് സാമാന്യ ബോധമുള്ള മലയാളികൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറയാൻ തയ്യാറായിട്ടുണ്ട് ആഷിഖ് കപൂർ. മറ്റൊന്നുമല്ല, എന്നത്തെയും പോലെ സിദ്ദിഖ് കഴിഞ്ഞ ദിവസവും മികച്ച രീതിയിൽ അഭിനയിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് കണ്ട നമുക്ക് മനസ്സിലായ കാര്യമാണ്. നല്ല 1ാം ക്ലാസ് അഭിനയമായിരുന്നു സിദ്ദിഖിൻ്റെത്. മാധ്യമപ്രവർത്തകർ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായും കൃത്യമായും മറുപടി കൊടുത്തു എന്ന് കേൾക്കുന്നവർ നമുക്ക് തോന്നത്തക്ക തരത്തിലുള്ള മെഴുകലായിരുന്നു കഴിഞ്ഞ ദിവസം സിദ്ദിഖ് നടത്തിയത്. 10-18 വർഷം മുമ്പ് തന്നെ അഭിനയം നിർത്തിപ്പോയ ഒരു നടിയെ കൂടി ഒപ്പം പിടിച്ചിരുത്തി ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്ന തരത്തിൽ അത് വിശദീകരിക്കാൻ ശ്രമിക്കുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം സിദ്ദിഖ് എന്ന നടൻ നടത്തിയത് മികച്ച അഭിനയമായിരുന്നു. അദ്ദേഹം പതിവുപോലെ തന്നെ മികച്ച ഒരു നടനാണ് എന്നുകൂടി തെളിയിച്ച് എന്നിവിടെ ആഷിഖ് കപൂർ പറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പ്രതീക്ഷയുണ്ട്, ജഗദീഷിൻ്റെ വാക്കുകൾ പ്രതീക്ഷ ഉളവാക്കുന്നു എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഒരു നാടകമാണ് എന്ന് ഇപ്പോൾ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ട് എന്ന് ഇതിനകത്ത് പറയാനുള്ളൂ. ആഷിഖ് കപൂറിനാണെങ്കിലും ശരി, അദ്ദേഹത്തിൻ്റെ ഭാര്യ റിമ കല്ലിങ്ങലിനാണെങ്കിലും ശരി, ഈ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ ഇവർ വാക്കുകൊണ്ട് എന്തെങ്കിലും, അതും പേര് പോലും പറയാതെ ഇതുപോലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതല്ലാതെ ഏതെങ്കിലും ഒരു നടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയോ അതൊരു പരാതിയായിട്ട് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോടതിയിലോ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഇവരെല്ലാം ഇരട്ടത്താപ്പുകാരാണെന്നും ഇവരെല്ലാം അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അവരവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടും എന്ത് വിട്ടുവീഴ്ചയും ചെയ്ത് എങ്ങനെയും പിടിച്ചു നിൽക്കണമെന്നും, എന്നാൽ ഇത്തരം മോശം പ്രവണതകൾ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്ന് വിശ്വസിക്കുന്നവരാണ്, കരുതുന്നവരാണ്. അതിനുവേണ്ടി ഒരല്പം പോലും റിസ്ക് എടുക്കാൻ അവർ തയ്യാറുമല്ല.
അങ്ങനെ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു എങ്കിൽ ഇതിനകം എത്ര കേസുകൾ പോലീസിൽ ചെന്നേനെ, എത്ര കേസുകൾ കോടതിയിൽ ചെന്നേനെ. അതൊന്നുമില്ലാതെ മൈക്കിന് മുന്നിൽ ഗീർവാണം അടിക്കാൻ മാത്രമേ ഈ ആഷിഖ് അബുവിനും ആഷിഖ് അബുവിൻ്റെ ഭാര്യയ്ക്കുമൊക്കെ ഇതുവരെയും പറ്റിയിട്ടുള്ളൂ എന്ന് തുറന്നു പറയുന്നതിൽ ഒരു വിരോധവും തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. അത് തന്നെയാണ് സത്യം. സ്വന്തം പാർട്ടിക്കാർക്കെതിരെ ഇതേപോലെ 4 പ്രസ്താവന അടിക്കുമ്പോൾ നിങ്ങളെന്തോ നിലപാടുള്ള വ്യക്തിയാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുമായിരിക്കും. പക്ഷേ താങ്കൾ അടങ്ങുന്ന സിനിമാക്കാരടക്കമുള്ള എല്ലാവരും അതിനകത്ത് നിന്നുകൊണ്ട് ഈ അഭ്യാസങ്ങൾ പറയുകയും മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിക്കുകയും ചെയ്യുന്നതല്ലാതെ ഈ രാജ്യത്തെ നിയമ സംവിധാനം അനുസരിച്ചുള്ള ഒരു നടപടിയും ഒരു പ്രതികരണവും നിങ്ങൾ നടത്തിയിട്ടില്ല എന്ന് ഖേദത്തോടു തന്നെ പറയേണ്ടിയിരിക്കുന്നു.